സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. വീട്ടിലെത്തിയതും മഞ്ജു വേഗം കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് പോയി. അവൻ പോകുന്ന നോക്കി നന്ദു കാറിൽ നിന്നിറങ്ങി. ഇവിടെ എത്തും വരെ ആ ഇരുത്തം തന്നെയായില്ല. അതിനിടയിൽ പേരിന് പോലും ഒന്നും നോക്കിയില്ല. ഇതിന് മാത്രം എന്താ പിഴച്ചത്? അവൾ ചിന്തിച്ചത് അതാണ്. അവനെ ഒന്ന് നോക്കി തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൾ വേഗം കാറിൽ നിന്നിറങ്ങി കവറൊക്കെ എടുത്ത് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ വീട്ടിലെ എല്ലാ തലമൂത്ത കാരണവട്ടികളും ഒക്കെ ഇരിക്കുന്നുണ്ട്. അവരെ കണ്ടതും അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഇതിനിടയിലൂടെ അജു മുകളിലേക്ക് കയറിപ്പോയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവൾ അതും ചിന്തിച്ചുകൊണ്ട് മുകളിലെ സ്റ്റെപ്പ് കയറി. ഇങ്ങനെയാണെങ്കിൽ വൈകാതെ കുടുംബം മുടിയോ അമ്മേ. ദിവസവും പോയി ഇതുപോലെ കുറെ വാങ്ങി വന്നാൽ നമ്മുടെ സ്വത്തൊക്കെ വെള്ളത്തിലിട്ട പഞ്ചസാര പോലെ അലിഞ്ഞു പോകും. സത്യം, ചേച്ചി പറഞ്ഞു കേട്ടില്ലേ, ചിലതൊക്കെ കുടുംബത്തിലോട്ട് വന്നാൽ തന്നെ കുടുംബം മുടിഞ്ഞു വന്ന്. അതുപോലെ തന്നെ സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നത്. പത്മാവതിയുടെ മൂടും താങ്ങി പാർവതി കൂടെ പറഞ്ഞതും എല്ലാവരും അത് ശരിവെക്കും പോലെ തലകുലുക്കി. രാവണി എന്തോ പറയാൻ വന്നതും അവൾ അവർക്ക് മുന്നിൽ പോയി നിന്ന് കൈകളുത്തി തടഞ്ഞു. അവളുടെ കയ്യിലുള്ളതൊക്കെ സ്റ്റെപ്പിൽ തന്നെ വെച്ച് അവർക്ക് അടുത്തേക്ക് വന്നതാണ്. അതെ, പറയാൻ വന്നത് കുറച്ച് കഴിഞ്ഞ് പറയാം. ഇന്നിപ്പോൾ ഞാൻ പോയി വാങ്ങിച്ചതില്ല. നിങ്ങൾ ഈ വീട്ടിൽ എനിക്ക് വേണ്ടി വെക്കേണ്ട ആവശ്യമുള്ള സാധനങ്ങളാണ്. അതിലധികമായിട്ട് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. എനിക്കാണ് വാങ്ങുന്നത്. അത് എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ എനിക്കറിയാം. പക്ഷേ ഞാൻ അത് ചെയ്തില്ല. നമ്മുടെ ഷോപ്പിൽ തന്നെ ഉണ്ടാകുമ്പോൾ എന്തിന് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യണം? അതുകൊണ്ട് 1 രൂപ പോലും കൊടുക്കാതെ ഇതെല്ലാം ഞാൻ വാങ്ങി. അതും പറഞ്ഞുകൊണ്ട് രാവണിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പാർവതിക്ക് നേരെ തിരിഞ്ഞു. പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് വല്യമ്മേ. നിങ്ങളുടെ ഭർത്താവാണല്ലോ അത് നോക്കി നടത്തുന്നത്. സത്യം പറഞ്ഞാൽ ഒരു സെലക്ഷനും ഇല്ല. വസ്ത്രത്തെക്കുറിച്ച് ഒരു സെൻസും ഇല്ലാത്ത പൊട്ടന്മാരെ ഇതിനുള്ളൊന്നും നിർത്താൻ പറ്റില്ല. അവർക്കൊക്കെ അറിയാവുന്ന പോലെ പണിയും കൊടുക്ക്. ഡി പത്മാവതിയുടെ മകളാണ്. നന്ദു പറഞ്ഞു നിർത്തിയതും അവൾ സെറ്റിയിൽ നിന്നും ചാടി നീറ്റു. നീ പോയില്ലേ? പോടി പോടി, നിന്റെ വീട്ടിൽ പോയി ചെലക്കടി. അതും പറഞ്ഞുകൊണ്ട് അവളുടെ മുന്നിൽ നിന്നും മാറി പാർവതിയെ നോക്കി. അവളെ തന്നെ തുറിച്ചു നോക്കിയിരിക്കുവാണ്. അതെ, ഞാൻ ഇന്ന് വാങ്ങിയ സാധനങ്ങളെല്ലാം കൂടി കൂട്ടിയാലും നിങ്ങൾ ഇപ്പോഴിട്ടിരിക്കുന്ന ഈ സാരിയും മാലയും കമ്മലും വളയും പുട്ടിയും അതിൻ്റെയൊക്കെ പകുതി വില പോലും കാണില്ല. എന്തിനാ വെറുതെ ചൊറിയാൻ വരുന്നത്? അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചൂടെ? അതും പറഞ്ഞുകൊണ്ട് അവരെ നോക്കി ഒന്ന് പൂജിച്ചു. അപ്പോൾ എല്ലാവർക്കും ഉള്ളത് വയറ് നിറച്ച് കിട്ടിയല്ലോ. ഇനി ഞാൻ പോട്ടെട്ടോ. മേലേക്കൊന്ന് കഴുകി സുഖമായെന്ന് ഉറങ്ങണം. പോട്ടെ. എന്ത് നോക്കി നിൽക്കുവാടി? പോടി. അവസാനം എല്ലാവരെയും നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് അവളെ തന്നെ നോക്കി നിൽക്കുന്ന പത്മാവതിയുടെ മകളോട് പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് നടന്നു. ആ സമയം തന്നെ സേതുമ പതിയെ അവരുടെ റൂമിലേക്ക് വലിഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഒക്കെ അവരുടെ നെഞ്ചത്തോട്ട് കയറുമെന്ന് അവർക്കറിയാം. നന്ദ കവറെല്ലാം താങ്ങി പിടിച്ച് മുകളിലേക്ക് കയറുമ്പോഴും അവിടെ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്. കാര്യമാക്കാൻ പോയില്ല. മനസമാധാനത്തിലുള്ളത് തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മതി. അല്ലെങ്കിൽ കുളി ഉറക്കൊന്നും നടക്കില്ല. അതാണ് അവളുടെ മനസ്സിൽ. പിന്നെ തെറ്റിപ്പോയാ മുതലില്ലേ, അതിനെ കുപ്പിയിലാക്കണ്ടേ? അജൂട്ടാ. റൂം തുറന്ന് അകത്തേക്ക് കയറിയിരുന്ന സെറ്റിയിൽ മുഖം പൂരിപ്പിച്ചിരിക്കുന്നവനെ കണ്ടതും നന്ദ സ്നേഹത്തോടെ വിളിച്ചു. ആ വിളി പുതിയതായത് കൊണ്ടാവാം മുഖമുയർത്തി അവളെ നോക്കിയതിനു ശേഷം വീണ്ടും അതുപോലെ തന്നെ. എന്നോട് പിണക്കാണോ? കവറൊക്കെ തറയിൽ വെച്ചുകൊണ്ട് അവൻക്ക് അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് അവൾ ചോദിച്ചു. അജു ഒന്നും മിണ്ടിയില്ല. മുഖം ഒന്നുകൂടെ വീർത്തു. പറ, പിണക്കാണോ? അവൻ്റെ താടിയിൽ പിടിച്ച് മുഖം അവൾക്ക് നേരെ തിരിച്ച് അവൻ്റെ താടിയിലൂടെ 2 കൈ കൊണ്ടും തലോടിക്കൊണ്ട് ചോദിച്ചു. അതിനവൻ തലകുലുക്കി. ഒപ്പം അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തിനാ പിണക്കം? മിണ്ടിയില്ല. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുവാണ്. നന്ദൊന്ന് ചിരിച്ചു. നോട്ടം അവളുടെ ചുണ്ടിലേക്കായി വീണു. ചെക്കൻ വീണു. പറ, എന്തിനാ പിണക്കം? കാരണം പറഞ്ഞാലല്ലേ എനിക്കിനി ഇത് ആവർത്തിക്കാതിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാനത് വീണ്ടും ചെയ്യില്ലേ. അതുകൊണ്ട് അജു പറ, എന്തിനാ എന്നോട് പിണക്കം? നന്ദു ആ ചിരിയോടെ തന്നെ അവനോട് ചോദിച്ചു. അവൻ്റെ നോട്ടവും ആ ചുണ്ടിലേക്കായിരുന്നു. അവൾ സംസാരിക്കുമ്പോൾ അകലുകയും കൂടുകയും ചെയ്യുന്ന ചുവന്ന ചുണ്ടുകൾ. എന്തിനാ സ്ത്രീയെ കെട്ടിപ്പിടിച്ചത്? എനിക്ക് ഇഷ്ടമല്ല. പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞതും അവൾക്ക് മനസ്സിലായില്ല. അവളുടെ ചിരി നിന്നു നെറ്റി ചുളിഞ്ഞു. ചിരി മാഞ്ഞതും അവൻ്റെ നോട്ടം അവളുടെ മുഖത്തേക്കായി. പിന്നെയാണ് അവൾക്ക് കാര്യം കത്തിയത്. അയ്യോ അജു, അങ്ങനെയൊന്നും പറയല്ലേ. അതെൻ്റെ അമ്മയല്ലേ. സ്ത്രീ ഒന്നൊന്നും പറയരുത്. അമ്മ എൻ്റെ അമ്മ അജുവിൻ്റെ അമ്മയാണ്, മനസ്സിലായോ? അല്ല, എനിക്ക് അമ്മയില്ല. അതെൻ്റെ ആരുമല്ല, നന്ദയുടെ ആരുമല്ല. കെട്ടിപ്പിടിക്കേണ്ട. ചെക്കൻ കലിപ്പിൽ തന്നെയാണ്. പിന്നെ ആ മുഖം ദേഷ്യം കൂടുവാണ്. എന്താപ്പോൾ അതിന് പ്രശ്നം? കെട്ടിപ്പിടിച്ചല്ലുള്ളൂ, കെട്ടിപ്പിടിക്കാൻ പാടില്ലേ? അജു, ഞാൻ എൻ്റെ അമ്മയല്ലേ കെട്ടിപ്പിടിച്ചത്. അതിനിപ്പോൾ എന്താ? അതിനൊരു കത്തുന്ന നോട്ടമാണ് മറുപടിയായി കിട്ടിയത്. നന്ദൊന്ന് ഉമ്മനീരിറക്കി. ചെറുതായി പറഞ്ഞു കേട്ടുള്ള അർജുൻ്റെ ഭാവമൊന്നും. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ന്യായമായ സംശയമല്ലേ അവൾ ചോദിച്ചത്. ആരായാലും ചോദിക്കില്ലേ?
എന്നെ നോക്ക പോലും ചെയ്തില്ലല്ലോ, ഒറ്റക്കാക്കി പോയില്ലേ? ഞാൻ കാറി കയറിയിട്ടല്ല എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയത്. എനിക്ക് ഇഷ്ടമല്ല. പോ, എന്റെ വീട്ടിൽ നിന്ന് പോ, എന്റെ റൂമിൽ നിന്ന് പൊക്കോ, നീ അവളുടെ അടുത്തേക്ക് പൊക്കോ. ആജ് അവളെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് പറയുമ്പോൾ അവൾ പിന്നിലേക്കൊന്ന് വേച്ചു പോയി. ഓ, അതും പറഞ്ഞുകൊണ്ട് അവൻ സെറ്റിയിൽ തലതായിത്തീരുന്നു. നന്ദവന്റെ അടുത്തേക്ക് ഇരുന്ന് പതി അവന്റെ ഷോൾഡറിൽ കൈവച്ചു. അജു. അവളുടെ തേങ്ങലിയോടെയുള്ള ശബ്ദം കേട്ടതും അവൻ മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ആ കണ്ണ് നിറയുന്നത് കണ്ടതും അവനക്ക് വല്ലാത്ത വേദന തോന്നി. എന്നെ ഇഷ്ടല്ലേ? ഞാൻ പോക്കോളാം, എൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് പോവുക, ഇനി വരില്ല ഞാൻ. അതും പറഞ്ഞുകൊണ്ട് അവൾ 2 കൈ കൊണ്ട് കണ്ണ് പൊത്തിപ്പിടിച്ചു. വെറുതെ ഇരുന്ന് കുലുങ്ങി. നല്ല പോലെ കരയുവാന്ന് കരുതിക്കോട്ടെ എന്ന് കരുതി. നന്ദ. ഇല്ല, ആ ശബ്ദം ഒന്നുകൂടെ കുലുങ്ങി. ഒപ്പം തേങ്ങലും ആജുവായതുകൊണ്ടാണ് അത് കരച്ചിലാണെന്ന് മനസ്സിലായത്. അല്ലാത്തവർക്ക് അത് ചിരിയാണെന്ന് മനസ്സിലാവും. നന്ദ. അവൻ്റെ ആകുലത നിറഞ്ഞ ശബ്ദത്തോടൊപ്പം തന്നെ അവൻ്റെ കൈകൾ അവളുടെ ഷോൾഡറിൽ പതിഞ്ഞു. അജുവിൻ്റെ സങ്കടത്തോടെയുള്ള വിളി കേട്ടതും അവൾ മുഖത്തിൽ നിന്ന് കൈകൾ മാറ്റി അവനെ നോക്കി. അവളെ തന്നെ നോക്കിയിരിക്കുവാണ് സങ്കടത്തിൽ. എന്നെ ഇഷ്ടമല്ലല്ലോ? പരിഭവത്തോടെ അവൾ പറയുമ്പോൾ അവൻ്റെ മുഖത്തെ സങ്കടം മാറി അവിടെ പരിഭവം നിറഞ്ഞു. നിനക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ? അവൻ്റെ കണ്ണുകൾ കൂർപ്പിച്ചുള്ള നോട്ടം നന്ദവൻ്റെ മുഖത്തേക്ക് നോക്കി ചെരിഞ്ഞിരുന്നു. കൈകൾ അവൻ്റെ മുഖം കോരിയെടുത്തു. എന്താപ്പം അങ്ങനെ തോന്നാൻ? ഞാൻ അജുവിനെ വഴക്ക് പറഞ്ഞു, തല്ലിയോ? ഒന്നുമില്ലല്ലോ. പക്ഷെ എന്നെ നോക്കിയില്ലല്ലോ, എന്നെ നോക്കാതെ ഓടിയില്ലേ, അവരെ കെട്ടിപ്പിടിച്ചില്ലേ, കുറേ ഉമ്മ കൊടുത്തില്ലേ, നിക്ക് തന്നില്ലല്ലോ, എന്നെ നോക്കിയേ ഇല്ല. എനിക്ക് സങ്കടം വന്നു. എൻ്റെ നന്ദിയല്ലേ, എൻ്റെ മാത്രം. അവൻ പറഞ്ഞു നിർത്തിയത് നന്ദു അമ്പട വളമായെന്ന പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിൽ. അജു മിണ്ടിയില്ല, തലതായിത്തിരുന്നു. ഒപ്പം അവളുടെ കൈ തട്ടി മാറ്റി. അജൂട്ടാ. തട്ടി മാറ്റിയ കൈ അവൻ്റെ കവളിൽ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് അവൾ വിളിച്ചു. മുഖമൊരു നോക്കാതിരിക്കാൻ അവൾക്കായില്ല. അജുവിന് അറിയോ, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്, അതായത് ഇന്നലെ വരെ ഞാൻ ജീവിച്ചത് ആ അമ്മയുടെ കൂടിയാണ്. എന്നെ വളർത്തിയതും വലുതാക്കിയതൊക്കെ അമ്മയാണ്. ഇന്നലെ ഒരു ദിവസം ഞാൻ ആ അമ്മയിൽ നിന്നും അകന്ന് നിന്നിട്ടുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ഇന്ന് ആ അമ്മയെ കാണുമ്പോൾ ഞാൻ കെട്ടിപ്പിടിക്കില്ലേ, ഉമ്മ വെക്കില്ലേ? അതെന്താ? ആ അമ്മ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്കെല്ലാം തന്നത് ആ അമ്മയാണ്. അവൾ കാര്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അജു ശ്രദ്ധയോടെ കേട്ടിരുന്നു. അപ്പൊ എന്നെ നന്ദക്ക് ഇഷ്ടല്ലേ? ആര് പറഞ്ഞ് ഇഷ്ടമല്ലെന്ന്? അജു എൻ്റെ ഭർത്താവല്ലേ? ഇനിയുള്ള എൻ്റെ ജീവിതവും എൻ്റെ സുഖവും സന്തോഷമൊക്കെ അജു അല്ലേ? എന്നിട്ടെന്താ അതുപോലെ എന്നെ നോക്കാത്തത്? അവർക്ക് കുറെ ഉമ്മ കൊടുത്തല്ലോ, കുറെ നേരം കെട്ടിപ്പിടിച്ചല്ലോ. എന്നെ അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ കുറച്ചു നേരം കെട്ടിപ്പിടിക്കുന്നത്? അവൻ്റെ ആ വാക്കുകളിൽ നന്ദുവിൻ്റെ കൈകൾ അവൻ്റെ കവളിൽ നിന്ന് മൂന്ന് താഴേക്ക് വീണു. അതിനങ്ങനെയൊക്കെ വളച്ചൊടിച്ചു. നീ സൂര്യമംഗലത്തെ രക്തം തന്നെയാണ്, സംശയമല്ല. കണ്ടോ, കൈവിട്ടത് കണ്ടോ? എന്നെ ഇഷ്ടമല്ല, ഞാൻ ചീത്തയത് കൊണ്ടാണോ? എനിക്ക് ഒന്നും അറിയാത്തത് കൊണ്ടാണോ എന്നെ ഇഷ്ടമില്ലാത്തത്? ഞാൻ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ? ഞാൻ കരയുന്നോണ്ടാണോ ഇഷ്ടമില്ലാത്തത്? അവനൊന്ന് തേങ്ങി എന്തൊക്കെയാണ് പറയുന്നത്? എൻ്റെ പൊന്നു ചെക്ക, ഇന്നലെ വിവാഹം കഴിഞ്ഞിട്ടില്ലുള്ളൂ. നേരാ പണമൊന്നും കണ്ടിട്ടോ സംസാരിച്ചിട്ടോ അല്ല. അപ്പത്തിന് ഉമ്മ തന്നിട്ട് നീ എൻ്റെ മാനം കളയോടാ. അവനോട് പറഞ്ഞില്ല, മനസ്സിൽ ചിന്തിച്ചു. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ അവൻ വളച്ചു കെട്ടി വേറെ വല്ലതും ആക്കി തീർക്കും. പറയാൻ പറ്റില്ല. ആ രാവൺ രാക്ഷസിന്റെ പേരക്കുട്ടിയല്ലേ അജു. മൂളിയോ? അപ്പൊ പിണക്ക മാറിയോ? മിണ്ടാതിരിക്കുവാണെങ്കിൽ വേഗം കുളിക്കാൻ കയറാന്ന് കരുതി. ഇതിപ്പോ മൂളിയ സ്ഥിതിക്ക് എന്താ പറയാ? അജു, നിന്നോട് ആരാ പറഞ്ഞത് എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന്? നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഇഷ്ടം. അതെൻ്റെ അമ്മയല്ലേ, നീ എൻ്റെ ഭർത്താവ്. രണ്ടുപേരോടും രണ്ട് തരത്തിലുള്ള ഇഷ്ടം. അങ്ങനെയാണ്, മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല എന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. ഇനിയിപ്പോൾ എന്താ പറയാ? എന്ത് പറഞ്ഞാലാ മനസ്സിലാവാ? പെട്ടു, ശരിക്കും പെട്ടു. എന്നെ ഇഷ്ടമല്ല. പിന്നെ അത് തന്നെ, ഇവനെ ഞാനിന്ന് പുല്ല് ഭർത്താവായി പോയി. ആ, ഇഷ്ടല്ല. ഇത്ര നേരം ഞാൻ പറഞ്ഞില്ല, എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ അത് തന്നെ പറയുന്നത്? അജുന അറിയോ, ഇന്നലെ ആ പന്തലിൽ നിന്ന് വേദനിക്കുന്നത് കണ്ട് പിടഞ്ഞത് എൻ്റെ നെഞ്ചാ. അമ്മയെ വിട്ടു നിൽക്കാത്ത ഞാനൊരു ജീവിതം അജുവിന് വേണ്ടി മാറ്റി വെക്കണമെങ്കിൽ എനിക്ക് എത്രത്തോളം ഇഷ്ടം ഉണ്ടാവണം പറ. എൻ്റെ ആരുമല്ലാതെ എന്നിട്ടും ഞാൻ ഇന്നലെ വേദനിച്ചില്ലേ? ഇപ്പം എൻ്റെ ഭർത്താവായില്ലേ? അപ്പം എനിക്ക് എത്ര ഇഷ്ടം ഉണ്ടാവണം? ഇനി ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ ഞാൻ പോക്കോളാം. ഇപ്പം തന്നെ പോക്കോളാം, എവിടേക്കെങ്കിലും പോക്കോളാം. എന്നെ ഇഷ്ടമല്ലല്ലോ. അവൾ നിന്ന് കിതച്ചു. പണ്ടാരം, ആവശ്യമുള്ള സമയത്ത് കണ്ണിൽ വെള്ളം വരില്ല. പല കോപ്പെടുത്ത് കണ്ണ് കുത്തിയാലോ? ഇങ്ങനെയാണെങ്കിൽ എത്ര കോലുകൾ കണ്ണിൽ കുത്തേണ്ടി വരുമോ എന്തോ? അവൾ പതിയെ ഇടങ്ങണിട്ട് അജുവിനെ നോക്കി. ഏറ്റിട്ടുണ്ട്, മതി, അത് മതി. എനിക്ക് നന്ദയെ വിശ്വാസമാണ്, അവൻ പതിയെ പറഞ്ഞു. നന്ദവൻ്റെ മുഖത്തേക്ക് നോക്കി. പാവം,
എന്നാ ഞാൻ ഇനി കുളിക്കട്ടെ, അജുന് കുളിക്കണോ? അവൾ ചോദിക്കുമ്പോൾ അവൻ വേണ്ടെന്ന് തലയാട്ടി. ഇപ്പോഴാ മുഖത്ത് പിണക്കം മാറിയിട്ടുണ്ട്, പക്ഷേ മുഖം അയഞ്ഞിട്ടില്ല. എന്തോ ഒരു സങ്കടമുണ്ട്. അതറിഞ്ഞിട്ടും ചോദിക്കാൻ പോയില്ല. പോയാൽ അവളുടെ മേലേക്ക് എടുക്കുമെന്ന് അവൾക്കറിയാം. പതിയെ അവിടുന്ന് മുന്നോട്ട് നടന്നു. കുളിച്ചിട്ട് മാറാൻ ടോപ്പും പാൻറ്റും എടുത്ത് ബാത്റൂമിൽ കയറി. പോകുന്ന പോക്കിൽ അവനെ ഒന്ന് നോക്കി. എന്തോ ആലോചിച്ചിരിക്കുവാണ്. കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴും ആശാനായി ഇട്ടിരിക്കുന്നുണ്ട്. എന്തോ ആലോചിക്കുവാണ്. എന്നെ കുഴപ്പിക്കുന്ന പലതും അവ ആലോചിച്ച് കൂട്ടുന്നത്. എന്നാലും ഇപ്പോഴും ഇങ്ങനെയാണെങ്കിൽ ആവുന്ന കാലത്ത് എന്തായിരിക്കും? അവനെ തന്നെ നോക്കിക്കൊണ്ട് അവനക്ക് അടുത്തേക്ക് നടന്നു. ആദ്യം അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ നോക്കുന്നത് കണ്ടതും അവളൊന്ന് ചിരിച്ചു കൊടുത്തു. മയക്കാൻ എനിക്കറിയാവുന്ന പോലെ ആ വിടർന്ന ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് അവനൊന്ന് ചിരിച്ചു. നമുക്ക് ഉറങ്ങിയാലോ? എനിക്ക് നല്ല ക്ഷീണം. ആജ് കുളിക്കുന്നില്ലെങ്കിൽ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്ന് കിടക്ക്. പാട്ട് പാടിത്തരൂ. അവൾ പറഞ്ഞു നിർത്തുമ്പോൾ അവൻ ചോദിച്ചത് അതാണ്. പാവം, മുമ്പത്തെ ഒരു ചിന്തയും അവനിലില്ല. പരിഭവമോ പിണക്കമോ ആലോചനയോ ഒന്നുമില്ല. ഒക്കെ അവൻ മറന്നു. പാടിത്തരാം, വാ, ഡ്രസ്സ് മാറി. അവൾ പറഞ്ഞതും അവൻ ഷർട്ട് ഒരു സെറ്റിയിലേക്ക് ഇട്ട് ബെഡിൽ മലന്ന് കിടന്നു. ഈശ്വര! അവൻ്റെ ആ കിടത്തം കണ്ടതും അവൾ നെഞ്ചത്ത് കൈവച്ചു. എൻ്റെ അജൂനെ നീ തന്നെ കാത്തോളണേ. അവൾ മുകളിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അവൾക്ക് അടുത്തേക്ക് കിടന്നു. നന്ദ പതിയെ അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി. മലന്ന് കിടക്കുന്നവൻ വേഗം അവൾക്കടുത്തേക്ക് ചെരിഞ്ഞു കിടന്നു. പാടിത്താ നന്ദ. അജു അവളുടെ മുഖത്തേക്ക് നോക്കി പ്രതീക്ഷയോടെ പറയുമ്പോൾ അവൾ അവളുടെ വലത്തേക്ക് കൈ കെട്ടി അവനെ നീളമുള്ള മുടിയിൽ പതിയെ തലോടി. അജു ഒരു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ ചിരിയോട് കൂടി തന്നെ അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. രണ്ടുപേരുടെയും നിശ്വാസങ്ങൾ പരസ്പരം തട്ടിയകന്നു പോകുന്നുണ്ട്. മൗനം സ്വരമായി നിൻ പൊൻവീണയിൽ, സ്വപ്നം മലരായി നിൻ കൈക്കുമ്പിളിൽ, ഉണരും സ്മൃതിയലയിൽ. പാട്ട് അവസാനിപ്പിച്ച ശേഷം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കണ്ണ് രണ്ടും മുൾസയെ പോലെ ഉരുട്ടി അവളുടെ ചുണ്ടിലേക്ക് തന്നെ നോക്കി കിടക്കുവാണ്. ഇപ്പോഴൊന്നല്ല, രാത്രിയായാലും അവൻ ഉറങ്ങില്ലെന്ന് അവൾക്ക് മനസ്സിലായി. പാട്ട് നിർത്തി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുന്നത് കൊണ്ടാകും അവൻ വീണ്ടും പറഞ്ഞത്. അവൾ മറുപടിയായി അവനൊന്ന് കൂർപ്പിച്ച് നോക്കി. ചുണ്ടു രണ്ടും കൂർപ്പിച്ച് വെച്ചിരിക്കുവാണ്. അജൊരു കൗതുകത്തോടെ അവളുടെ ചുണ്ടിലേക്ക് നോക്കി. പിന്നെ പതിയെ അതിലൊന്ന് തൊട്ടു. ആ നിമിഷം തന്നെ അവളുടെ കണ്ണുകൾ മിടിഞ്ഞു. അജൊരു കൗതുകത്തോടെ അവളുടെ കീഴ്ചുണ്ട് തൊട്ടുകൊണ്ടേയിരിക്കുവാണ്. അവൻ്റെ കണ്ണിൽ നിറയെ കൗതുകമാണ്. ഇന്നലെ മുതൽ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അതിലൊന്ന് തൊടാൻ പറ്റിയ സന്തോഷമാണ് അവൻ്റെ കണ്ണിൽ. പക്ഷേ അവളുടെ കണ്ണിൽ ആ ഭാവമല്ല, വല്ലാത്തൊരു ഭാവമാണ്. അജു. അവൾ പതിയെ മൊഴിയുമ്പോഴും അവൻ്റെ വിരൽ ആ ചുണ്ടിൽ തന്നെയായിരുന്നു. അജുവിൻ്റെ കണ്ണുകളും വിരലുകളും അതിൽ തന്നെയായിരുന്നു. അവനവൻ്റെ വിരൽ പതിയെ അവളുടെ ചുണ്ടിലൊന്ന് താഴ്ത്തി. ഒരു പഞ്ഞിയിൽ തൊട്ട പോലെ, അത്രമേൽ സോഫ്റ്റ്. അജുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവനവൻ്റെ തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് പതിയെ അവളുടെ കീഴ്ചുണ്ടിനൊന്ന് വലിച്ചു വിട്ടു. അജുവിൻ്റെ ചുണ്ടിൽ നല്ല ഭംഗിയുള്ളൊരു ചിരി വിടുന്നു. എന്നാൽ അതൊന്നും അവൾ അറിഞ്ഞില്ല. അവൾ കണ്ണുകൾ രണ്ടും മുറുകെ അടച്ച് പിടിച്ച് കിടക്കുവാണ്. കണ്ണു തുറന്നവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അവൾ വല്ലതും ചെയ്തു പോകും. അല്ലെങ്കിൽ ആ ബോഡി കണ്ടിട്ട് അവൾക്ക് സഹിക്കുന്നില്ല. അതിൻ്റെ കൂടെ ഇതുകൂടിയായ എല്ലാം ശുഭം. പെട്ടെന്ന് അവളുടെ ചുണ്ടിലൊരു ചൂട്, അവൻ്റെ നിശ്വാസത്തിൻ്റെ ചൂട്. പെട്ടെന്ന് തരിപ്പ് അവളുടെ ചുണ്ടിലെറിഞ്ഞു. അവൻ ചെറിയൊരു തണുപ്പും. അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. ഒന്നും കാണാനില്ല, ഒരു കറുപ്പ് നിറം മാത്രം. അവൾ സൂക്ഷിച്ചു നോക്കി. അവൻ്റെ നീളമുള്ള മുടിയാണ്. ചുണ്ടിലെറിഞ്ഞ നനവ്, തണുപ്പ് അത് കൂടുതൽ അറിയുന്നു. നിൽക്കുന്നില്ല, കീഴ്ചുണ്ടിൽ മൊത്തം നനവ്. നന്ദുവിൻ്റെ നെഞ്ചിടിക്കുന്ന ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞു. അവളുടെ രണ്ട് കൈകളും അവൾ പോലും അറിയാതെ അവൻ്റെ മുടിയിൽ മുറുകി. ആജു അപ്പോഴേക്കും അവളുടെ കീഴ്ചുണ്ടിന് ലോലിപോപ്പ് നുണയുന്ന ലാഘവത്തോടെ നുണയുകയായിരുന്നു. നന്ദു ഒന്നിനും കഴിയാതെ അനങ്ങാനാവാതെ തരിച്ചു കിടക്കുവായിരുന്നു. കൈയും കാലും കിടക്കുന്നു. അടിവയറിലെന്തോ കിടന്ന് തുള്ളുന്നു. എന്താണത്? ഇതുവരെ അറിയാത്തൊരു അനക്കം. ഇനി വല്ല കുഞ്ഞു ഇളകുവാണോ? ഏയ് പൊട്ടി, ഇതൊന്നുമല്ല. ബട്ടർഫ്ലൈ അനങ്ങുന്നതാവും. പുല്ല്. ചിന്തകളിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ അവളുടെ ചുണ്ടുകൾ വല്ലാതെ കുളിർന്നു. അവൻ അടന്നു മാറിയതും അവന് ഉന്നീര് തട്ടി അവളുടെ ചുണ്ട് കാറ്റ് തട്ടിയപ്പോൾ അവൾക്ക് കുളിരേകി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടിലാണ്. അവൻ്റെ മുഖം പൂത്തിരി കത്തിച്ച പോലെ കത്തി നിൽക്കുവാണ്. നിറഞ്ഞ സന്തോഷമാണ്. അവൾക്ക് അപ്പോഴും ആ പകപ്പ് മാറിയിരുന്നില്ല. ഒരു ചിരിയോട് അവളെ നോക്കി കിടക്കുന്നവൻ്റെ നേരെ അവൾ ചെരിഞ്ഞു കിടന്നു. നല്ല രസമുണ്ട്, എനിക്കിഷ്ടായി. അവളുടെ ചുണ്ടിലേക്ക് നോക്കിയാണ് അവനത് പറഞ്ഞത്. അവളൊന്നും മിണ്ടിയില്ല. എന്നാൽ എന്തൊരു സ്മൂത്തിങ് ആയിരുന്നു. ഇതൊക്കെ എങ്ങനെ അറിയും? ആവുന്ന കാലത്ത് വല്ല സെറ്റപ്പ് ഉണ്ടായിരുന്നു ഈശ്വര. അവൾ നെഞ്ചത്ത് കൈവച്ചു. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി കിടന്നു. ആജു ഇപ്പം എന്താ ചെയ്തത്? ഉമ്മ വെച്ചതല്ലേ? അവൻ്റെ നിഷ്കളങ്കമായ മറുപടി. നന്ദവനെ കൂർപ്പിച്ച് നോക്കി. ആജുവിൻ്റെ നോട്ടം ആ ചുണ്ടിൽ വന്നു നിന്നു. അവളവനെ നോക്കി കണ്ണുരുട്ടി. ആജുവിന് എങ്ങനെ ഇതൊക്കെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്.
ആ മറുപടിയിൽ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് വന്നു. നീ എൻ്റെ ഭാര്യയല്ലേ, അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ജിത്തു ജാനുവിനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു ഭാര്യ വരും, അന്നേരം ചെയ്യാന്ന് പറഞ്ഞു. നീയല്ലേ ഭാര്യ, എനിക്ക് ചെയ്യാലോ, നല്ല രസമുണ്ട്, മിഠായി കഴിക്കുന്ന പോലെ. അവൻ വിടർന്ന കണ്ണുകളോടെ പറയുമ്പോൾ അവൾ ഒന്നും പറയാതെ മലന്ന് കിടന്നു. ഒന്നും പറയാനായില്ല, തളർന്നു. അല്ലല്ല, തളർത്തി. നന്ദയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അവളൊന്നും മിണ്ടാതെ അവനെ നോക്കാതെ മലന്ന് കിടന്നതും അവൻ ചോദിച്ചു. അവൾ തലചരിച്ച് അവനെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി ചിരിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ആദ്യത്തായി മധുര ചുംബനം. അത്രമേൽ മനോഹരമാക്കി തന്ന ദൈവത്തിന് അവൾ മൗനമായി നന്ദി പറയുകയായിരുന്നു. എന്നാലും വിവാഹം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ നീ ഒരു കൊച്ചു കുഞ്ഞാണെന്നാ കരുതിയത്. എനിക്ക് തെറ്റി. നീ കൊച്ചു കുഞ്ഞിന്ന് വളർന്ന് ഒരു കൗമാരക്കാരനായിരിക്കുന്നു. നിന്നിൽ നിന്ന് ഇതിലും വലുത് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ പ്രതീക്ഷകൾ ഒരിക്കലും നീ തെറ്റിക്കരുതേ. അവളെ തന്നെ നോക്കി കിടക്കുന്നവനെ നോക്കി അവൾ ഓരോന്നും മനസ്സിൽ പറഞ്ഞു. കേൾക്കെ പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് അവൻക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. വെറുതെ എന്തിനാ?